നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മൂന്നാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പിണറായിയെ കവച്ചു വയ്ക്കാൻ പറ്റിയ ഒരു നേതാവിനെ പോലും എടുക്കാനില്ല. കേരളം കണ്ട ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളാണ് പിണറായി വിജയൻ. ഇത് പറയുന്നത് മറ്റാരുമല്ല, RSSന്റെ സൈദ്ധാന്തികൻ TG മോഹൻദാസ്. TG മോഹൻദാസ് വെറും RSS സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞാൽ പോരാ, ഭാരതീയ വിചാര കേന്ദ്രമടക്കമുള്ള RSSന്റെ ഉന്നതമായ ബോഡികളിൽ ഇരുന്ന് അതിന് നേതൃത്വം നൽകിയ ആളാണ്. BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിൻ്റെ തലവനുമായിരുന്നു. മാത്രമല്ല, മികച്ച വാഗ്മിയും എഴുത്തുകാരനും അഭിഭാഷകനും സാങ്കേതിക വിദഗ്ധനുമൊക്കെയാണ് TG മോഹൻദാസ്. RSSന്റെ സംസ്ഥാന ദേശീയ നേതൃത്വമായി ദശാബ്ദങ്ങളായി അടുത്തു പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് TG മോഹൻദാസ്. അങ്ങനെയുള്ള TG മോഹൻദാസിന്റെ പിണറായി വാഴ്ത്തുപാട്ടിന് പിന്നിലെ രഹസ്യം എന്താണ്? കോൺഗ്രസിലും BJPയിലും മാത്രമല്ല, CPM പോലും ഇതിനെക്കുറിച്ച് വളരെ ഗൗരവമായ ചർച്ച നടക്കുകയാണ്. RSSന്റെ ദേശീയ നേതൃത്വവുമായി TG മോഹൻദാസിനുള്ള അടുപ്പമാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ചയ്ക്ക് പിന്നിലുള്ളത്. പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയാകും എന്ന് TG മോഹൻദാസ് ഉറപ്പിച്ചു പറയുകയാണ്. BJPയിലോ കോൺഗ്രസിലോ CPMലോ ഒന്നിലും പിണറായിക്ക് പകരം വയ്ക്കാൻ പറ്റിയ ഒരു നേതാവില്ല. നേതൃഗുണമുള്ളയാൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അയാളെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തുമെന്നാണ് TG മോഹൻദാസ് പറയുന്നത്. പിണറായിയുടെ നേതൃഗുണത്തെ അദ്ദേഹം കലവറയില്ലാതെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുകയാണ്. CPMഉം BJPയും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ അന്തർധാര എന്നൊക്കെ പൊതുവെ കോൺഗ്രസ് നേതാക്കൾ പുറത്തു പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അതൊന്നുമല്ല വിഷയം. RSS നേതൃത്വത്തിന് കേരളത്തെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. TG മോഹൻദാസിനെ പോലുള്ള ആളുകൾക്ക് അത് വളരെ നന്നായി അറിയാം. ആ മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു തവണ കൂടി CPMനെ അധികാരത്തിലേറ്റുക, പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുക. അപ്പോൾ CPMലും അന്തഛിദ്രം രൂക്ഷമാകും. അതേസമയം അധികാരമില്ലാതെ കോൺഗ്രസ് തകർന്നടിയുകയും ചെയ്യും. CPM അന്തഛിദ്രം മൂലം ശിഥിലീകരിക്കപ്പെടുക, കോൺഗ്രസ് അധികാരമില്ലാതെ തകർന്നടിയുക, മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ ഇടതുമുന്നണിയിലേക്ക് CPMനൊപ്പം വരിക. ഇതാണ് RSSന്റെ മാസ്റ്റർ പ്ലാൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കേരളത്തിൽ സാമുദായിക തലത്തിലൊക്കെ പുതിയൊരു ചേരിതിരിവുകൾ ഉണ്ടാവും. മുസ്ലിം ലീഗ് CPMന്റെ കൂടെ പോകുമ്പോൾ CPMനുണ്ടായിരുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ പതിയെ വിഘടിച്ച് മാറും. എന്നാൽ അവരെ പ്രതികരിക്കാൻ ഇപ്പുറത്ത് കോൺഗ്രസോ UDFോ ഇല്ലതാനും. അങ്ങനെ വരുമ്പോൾ ആ ഹൈന്ദവ വിഭാഗങ്ങൾ കൂട്ടത്തോടെ BJPയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ CPM BJP എന്ന ദ്വന്ദ്വം രൂപപ്പെടും. ഇതൊക്കെയാണ് കേരളത്തിലെ RSSന്റെ മാസ്റ്റർ പ്ലാൻ. ഈ മാസ്റ്റർ പ്ലാൻ 2020 തന്നെ അവർ വ്യക്തമാക്കിയതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ഈ മാസ്റ്റർ പ്ലാനിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതുമാണ്. അപ്പോൾ TG മോഹൻദാസ് പറയുന്നത് വെറുതെയല്ല. കാരണം TGക്ക് RSSന്റെ അഖിലേന്ത്യാ നേതൃത്വമായിട്ട്, പ്രത്യേകിച്ച് RSSന്റെ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്ന ആളുകളുമായിട്ടൊക്കെ നല്ല അടുത്ത ബന്ധവും അവരിൽ സ്വാധീനവുമുള്ള ആളാണ്. കാരണം ദശാബ്ദങ്ങളായി RSSനോട് അടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പരമ്പരാഗതമായ ഒരു RSS കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ RSSന്റെ പഴയകാല നേതാക്കളാണ്. അതുകൊണ്ട് RSSൽ നടക്കുന്ന ഓരോ ചലനങ്ങളും TG മോഹൻദാസിനെ പോലുള്ളവർക്ക് കാണാപ്പാടമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാം തവണയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെട്ട് തകർന്നടിയണം. അതുപോലെ തന്നെ തുടർച്ചയായി ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അന്തഛിദ്രം CPMനെയും തളർത്തണം. അങ്ങനെ ഒരിടത്ത് CPMഉം മറുവശത്ത് കോൺഗ്രസും തളർന്നു കഴിയുമ്പോൾ എന്താണോ RSS കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് അത് നടക്കുമെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. ഇതിലേക്കുള്ളൊരു സൂചനയാണ് TG മോഹൻദാസ് നൽകിയത്. അടുത്ത തവണയും കേരളത്തിൽ പിണറായിയെ ഭരണത്തിൽ ഇരുത്താൻ RSS ശ്രമിക്കും, BJP ശ്രമിക്കും. അതിനുവേണ്ടിയുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ അവർ ഡൽഹിയിൽ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് RSSന്റെയും BJPയുടെയും ഉന്നത നേതാക്കൾക്കെല്ലാം ഉറപ്പാണ്, പ്രത്യേകിച്ച് കേന്ദ്രത്തിലുള്ള നേതാക്കൾക്ക്. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ TG മോഹൻദാസ് വ്യക്തമാക്കിയത്. ഒരു സ്വകാര്യ ഓൺലൈനുമായിട്ടുള്ള സംവാദത്തിനാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാരണം ദേശീയ തലത്തിൽ RSS നേതാക്കൾക്കും BJP നേതാക്കൾക്കും കൃത്യമായി അറിയാവുന്ന ഒരു കാര്യം കേരളത്തിൽ വെച്ച് ഒരു ഓൺലൈൻ ചാനലിനോട് TG മോഹൻദാസ് പറഞ്ഞുവെന്ന് മാത്രം. ഏതായാലും മോഹൻദാസിൻ്റെ ഈ വെളിപ്പെടുത്തൽ
പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു, അദ്ദേഹത്തിന് പകരം വയ്ക്കേണ്ട ഒരു നേതാവ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ലെന്ന TG മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ CPM-ലടക്കം ഗൗരവതരമായ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ BJP-യുടെയും RSS-ന്റെയും അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മനസ്സിലിരിപ്പ് തന്നെയാണ് TG മോഹൻദാസ് എന്ന സീനിയർ നേതാവിലൂടെ പുറത്തു വന്നത് എന്നതാണ് യാഥാർത്ഥ്യം.